കാക്കനാട് DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി 350 പേർ ചികിത്സ തേടി. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധ. കുടിവെള്ളത്തിൽ നിന്ന് രോഗം പടർന്നു എന്നാണ് സംശയം. ഷംന അശോക് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷംന, ഇത്രയധികം ആളുകൾക്ക് ഇത്തരത്തിൽ വയറിളക്കവും ഛർദിയും വരണമെങ്കിൽ എന്താണ് കാരണം? ഇത്തരത്തിൽ കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണ് വന്നത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? അമൃത, അത്തരത്തിലുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് നിലവിൽ പോകുന്നത്. ആരോഗ്യവകുപ്പിൻ്റെതുൾപ്പെടെ ഔദ്യോഗികമായിട്ടുള്ള പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഇന്ന് ഏതായാലും ഫ്ളാറ്റിൽ ആരോഗ്യ വിഭാഗത്തിൻ്റെതുൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ രോഗം ഇത്തരത്തിൽ വലിയ രീതിയിൽ പടർന്നിട്ടുള്ളത്. കാണാവുന്നത് പോലെ തന്നെ 16 ടവറുകളുള്ള വലിയ ഫ്ളാറ്റാണ്. അവിടെ ഏകദേശം പല സ്ഥലങ്ങളിലായി 5000-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. അതിൽ തന്നെയുള്ള 350-ലധികം ആളുകളാണ് ഈ വയറിളക്കവും ഛർദിയും ബാധിച്ചുകൊണ്ട് ചികിത്സ തേടിയിട്ടുള്ളത്. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികളും ഈ ചികിത്സ തേടിയവരിൽ ഉൾപ്പെടും. പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ പ്രകാരം പലരും സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ കാണിച്ച് പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത് വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തേണ്ടത് ആരോഗ്യവകുപ്പാണ്. അത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി വെള്ളത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട്. പല സ്രോതസ്സുകളിൽ നിന്നായി വെള്ളം എത്തുന്നുണ്ട്. അതുകൊണ്ട് എവിടെ നിന്നാണ് കൃത്യമായി ഇത് വ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളത് കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പരിശോധന കൂടി പൂർത്തിയാക്കിയതിന് ശേഷമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയുടെ ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. 350-ലധികം ആളുകൾ നിലവിൽ തന്നെ ചികിത്സ തേടിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥലത്തെ MLAയും തൃക്കാക്കര നഗരസഭയിലെ ആളുകളും, അതായത് ആരോഗ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇന്നിവിടെ പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഈ രോഗം വ്യാപിച്ച സമയത്ത് കൃത്യമായി എത്ര ആളുകളുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇത് വാർത്തയാകുന്നതും ഇത്രയധികം ആളുകൾ ചികിത്സ തേടി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട്, ആരുടെയും നില ഗുരുതരമൊന്നുമല്ല. പക്ഷേ ഇത്രയധികം ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്ന ജലസ്രോതസ്സുകളുടെ കാര്യത്തിൽ, അതായത് ഇപ്പോൾ നിലവിൽ ഫ്ളാറ്റിലേക്ക് ടാങ്കറുകൾ ഉപയോഗിച്ച് വെള്ളം എത്തിക്കുന്നുണ്ട്. മറ്റ് സ്രോതസ്സുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ആളുകൾ കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതികരണത്തിന് ശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. അമൃത.